പക്ഷേ ഈ അലർജൻസും ഫുഡ് പോയ്സണും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. പക്ഷെ നമ്മൾ കഴിക്കുന്ന ഫുഡ് എല്ലാവർക്കും അത് പോയിസൺ ആയി തീരണമെന്നില്ല. ഒരു ഫുഡ് എപ്പോഴും അലർജൻ ആയിട്ട് തീരുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് ആ ഒരു ഫുഡ് ചെന്ന് കഴിയുമ്പോൾ ആ ഫുഡിൽ അടങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്രോട്ടീൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഐഡന്റിഫൈ ചെയ്യുകയാണ് ഇത് നിനക്കൊരു പ്രശ്നമായിട്ട് തീരുന്നു എന്നുള്ളത്. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ബോഡി റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. ബോഡി റിയാക്ട് ചെയ്യുന്ന എങ്ങനെയൊക്കെ ആയിരിക്കും? അത് ചൊറിച്ചിലായിട്ടായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ റാഷസ് ആയിട്ട് വരും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പെയിനുകൾ അബ്ഡോമനിലോ അല്ലെങ്കിൽ ഡയറി ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടായിരിക്കും അത് റിയാക്ട് ചെയ്യുക. ഈ ഒരു സിംറ്റം വന്നു കഴിയുമ്പോഴത്തേക്കിന് അത് അലർജനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ ഒരു വ്യക്തി ആ ഒരു സെയിം ആഹാരം കഴിക്കുമ്പോഴത്തേക്കിന് എപ്പോഴും അത് അദ്ദേഹത്തിന് അലർജി ആയിട്ട് തീരുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ ഫുഡ് അലർജി ആകുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫുഡ് അലർജിയും അതുപോലെ തന്നെ ഫുഡ് പോയ്സണും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫുഡ് പോയ്സണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കിന് അതിൽ നമ്മുടെ ബോഡിയിൽ ഉടലെടുക്കുന്ന ഒരു ടോക്സിക് റിയാക്ഷനാണ്. അത് ബാക്ടീരിയ മൂലമാവാം, അല്ലെങ്കിൽ വൈറസ് മൂലമാവാം, അല്ലെങ്കിൽ ആ ഒരു ടോക്സിൻ മൂലമാവാം. ഫുഡ് അലർജി എന്ന് പറയുമ്പോഴത്തേക്കിന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഹാംലെസ് ആയിട്ടുള്ള ഒരു ഫുഡ് പ്രോട്ടീനോട് റെസ്പോൺസ് ചെയ്യുന്നതാണ്.